നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യരൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകരൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യരൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകരൻ യേശുവാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ എല്ലാമാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഗിലെയാദിലുണ്ടല്ലോ, ഗിലെയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ ഗിലെയാദിലുണ്ടല്ലോ, ഗിലെയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യവും 27-ാം വാക്യവും വായിക്കാം. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ
ചിന്താ വിഷയം വാഗ്ദത്തം എന്നുള്ളതാണ്. വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം നിത്യജീവൻ തരാമെന്നുള്ള വാഗ്ദത്തം. നിത്യജീവൻ നമുക്ക് തരാമെന്ന് ദൈവം നമുക്ക് തരുന്ന ഒരു ഉറപ്പേറിയ വാഗ്ദത്തമാണ് നിത്യജീവൻ. ഈ ലോകത്തെ നമ്മുടെ ജീവിതം ഒരു നിശ്ചിത കാലം കൊണ്ട് തീരും. ഒരുപക്ഷേ ഇത്രയ്ക്ക് വന്നാൽ തന്നെ 100 വയസ്സ് അല്ലെങ്കിൽ 104 എത്രയൊക്കെ ആയിരിക്കും. അത്രയൊന്നും കിട്ടില്ല. സാധാരണ ഇതിലൊരു 80, 85, 90 വയസ്സൊക്കെ ആകുമ്പോഴേക്കും സാധാരണഗതിയിൽ വേറെ രോഗമൊന്നും ഇല്ലാത്തവർക്ക് അവരുടെ ജീവിത ആയുസ് തീരും. അത് കഴിഞ്ഞുള്ള ജീവിതമാണ് നിത്യത, ഇറ്റേണിറ്റി, നിത്യത. നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ആ സ്വർഗീയ വാസം, നിത്യസ്വർഗത്തിലെ വാസത്തിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നിത്യജീവൻ, നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്, ഇറ്റേണൽ ലൈഫ്, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. നിത്യജീവൻ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. വാഗ്ദത്വം, നിത്യജീവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ കാര്യമാണത്. നിത്യജീവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒരു പ്രമാണിയായ മനുഷ്യൻ കർത്താവിൻ്റെ അരികത്ത് ചെന്നു. അവൻ വളരെ ഉയർന്ന നിലവാരമുള്ള ഒരു മനുഷ്യനാണ്, സമ്പന്നനായ ഒരു മനുഷ്യനാണ്. ഭൗതികമായ സമ്പത്ത് മാത്രമല്ല, പള്ളിയോടും പള്ളിക്കാര്യങ്ങളോടും ഏറ്റവും ബന്ധപ്പെട്ട മനുഷ്യനാണ്. സമുദായത്തിലെ പ്രമാണിയായ ഒരു മനുഷ്യനാണ്. എന്നാൽ പ്രമാണിമാരാരും കർത്താവിൻ്റെ അടുക്കൽ സാധാരണ വരാറില്ലല്ലോ. ഈ ചെറുപ്പക്കാരൻ അവൻ യേശുവിന് മുമ്പിൽ ചെന്നു. ചെന്ന പാടി നടു റോഡിൽ കർത്താവിൻ്റെ മുമ്പിൽ കാൽക്കൽ വീണു, മുട്ടുകുത്തി. കർത്താവ് നോക്കി. അവൻ പറഞ്ഞു, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നിത്യജീവൻ വേണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നിങ്ങൾ ഓർക്കുമായിരിക്കും, നിത്യജീവന് വേണ്ടി വാഞ്ചിച്ചു വരുന്ന ആളുകൾ ചുരുക്കമാണ്. നമ്മൾ ഇന്ന് പള്ളിയിൽ പോകുന്നു, ചടങ്ങ് പോലെ പോകുന്നു, കൺവെൻഷനിൽ പോകുന്നു, ചടങ്ങ് പോലെ പോകുന്നു, ഇതുപോലെ കൂട്ടായ്മകൾ വരുന്നു, അത് ചടങ്ങ് പോലെ. നിത്യജീവൻ, നിത്യമായി ജീവിക്കുക, മരണശേഷമുള്ള നിത്യത, സ്വർഗരാജ്യം, ആ ലക്ഷ്യം ഇല്ലെന്ന് പറയാനൊക്കെ ഇല്ല, പക്ഷേ അപൂർവമാണ്, വളരെ അപൂർവം, വളരെ കുറച്ചേ ഉള്ളൂ. നിത്യജീവൻ പ്രാപിക്കുക. അവൻ നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിച്ചു വന്നു. അത്ര പ്രമാണിയായിട്ടും പള്ളിയിലെ പ്രധാനിയായിട്ടും അവൻ നിത്യജീവനെ അവകാശമാക്കുവാൻ ആഗ്രഹിച്ചു വന്നു. വരേണ്ട ആളുടെ അടുക്കൽ തന്നെ വന്നു, ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. കർത്താവ് അവനോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് കർത്താവ് അവനെ സ്നേഹിച്ചു എന്ന് കാണുന്നു. മർക്കോസിൻ്റെ ശേഷത്തിൽ അത് കാണുന്നുള്ളൂ. കർത്താവ് അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നിത്യജീവൻ പ്രാപിക്കുന്നതിന് ഒരു തടസ്സമുണ്ട്, ഒരു കുറവ്. നിത്യജീവനെ കിട്ടും, പക്ഷേ ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതെല്ലാം വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എൻ്റെ പിന്നാലെ വരിക. അത് കേട്ടപ്പോൾ അവന് അമ്പരപ്പായി. ഒരിക്കലും ഇങ്ങനെ ആരോടും കർത്താവ് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. എല്ലാം വിൽക്കണമെന്നോ ദരിദ്രർക്ക് കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. തന്നെയല്ല, ഞാൻ അന്യായമായിട്ട് സമ്പാദിച്ചതല്ലല്ലോ. പൂർവികമായ സ്വത്തുണ്ട്, പിന്നെ ഞാൻ സമ്പാദിച്ച സ്വത്തുണ്ട്, അതെല്ലാം ഞാൻ അന്യായമായിട്ടൊന്നുമല്ല. ഒരു പൈസയ്ക്ക് പോലും കളങ്കം വരാതെയാണ് ഞാൻ സമ്പാദിച്ചത്. പിന്നെ എന്തിനാണ് എന്നോട് മൊത്തം പറഞ്ഞത്? എത്രയോ പേര് കർത്താവിന് പിന്നാലെ വരുന്നു, അവരോട് ആരോടും പറഞ്ഞില്ലല്ലോ. എന്നോട് മാത്രം എന്താ ഇങ്ങനെ പറഞ്ഞത്? അവന് മനസ്സിലായില്ല. അവന് നിത്യജീവൻ വേണമെന്നുണ്ട്, നിത്യജീവൻ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നിത്യജീവൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവന് പറ്റിയിരിക്കുന്ന അപകടം, അവന് ഉള്ളതെല്ലാം വിൽക്കണമെന്ന് പറഞ്ഞത് വലിയ പ്രയാസമായി. എല്ലാം വിൽക്കണമെന്ന് പറഞ്ഞു. ഒരു കുറവ് നിനക്കുണ്ട്. കർത്താവ് സ്നേഹിച്ചോട് പറഞ്ഞതാണ്. അവൻ നിത്യജീവൻ കൊടുക്കണമെന്ന് കർത്താവിനുണ്ട്. അതുകൊണ്ട് കർത്താവ് സ്നേഹിച്ച് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവൻ കുറച്ച് നേരം ഇങ്ങനെ അമ്പരപ്പോടെ നിന്നു. പിന്നീട് വിഷാദത്തോടെ അവൻ പോയി കളഞ്ഞു. അവൻ പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്കൊരു സങ്കടം. നല്ലൊരു ആഗ്രഹത്തോടെ വന്നതിനെ വിട്ടല്ലോ. ശിഷ്യന്മാർക്ക് അത്രയല്ലേ കാര്യം വരുള്ളൂ. കർത്താവ് കുറച്ചുകൂടി ഒന്ന് സ്നേഹത്തോടെ എന്നെ പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ, സാരമില്ല മോനെ, നീ ഞങ്ങളുടെ കൂടെ നടന്നുള്ളൂ, പിന്നെ ഇത് കഴിയുമ്പോൾ ഇതൊക്കെ വേണ്ടതുപോലെയൊക്കെ ആകാൻ സാധിക്കും, ഒരു കുറേശ്ശെയായിട്ട് കാര്യങ്ങൾക്ക് നിനക്ക് മനസ്സിലാകും എന്ന് കർത്താവ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ പോവില്ലായിരുന്നു. ഇവൻ വിഷാദത്തോടെ പോയി കളഞ്ഞു. ശിഷ്യന്മാർക്ക് സങ്കടമായി, അവർ വിസ്മയിച്ചു. ആ ഭാഗം നമുക്ക് വായിക്കാം, 21-ാം വാക്യം മുതൽ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്,
സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും. ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് വളരെ പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പം. സാധ്യമല്ല, ഒരിക്കലും സാധിക്കില്ല. ഒട്ടകത്തിൻ്റെ സൂചിക്കുഴയിലൂടെ കിടക്കാൻ പറ്റില്ലല്ലോ. അത്രമാത്രം അസാധ്യമാണ് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. ശിഷ്യന്മാർക്ക് വലിയ പ്രയാസമായി. ഇപ്പോൾ പൈസയുള്ളവരാരും ദൈവരാജ്യത്തിൽ പോകില്ലെന്നാണോ കർത്താവ് പറഞ്ഞത്? അവർ പരസ്പരം മുഖത്തോട് നോക്കി. ഉടനെ കർത്താവ് പറഞ്ഞു, അല്ല മക്കളെ, അതല്ല, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആശ്രയം സമ്പത്തിലാണെങ്കിൽ, സുപ്രീം പ്രയോറിറ്റി സമ്പത്താണെങ്കിൽ, പ്രധാന മുൻഗണന സമ്പത്തിനാണെങ്കിൽ ദൈവരാജ്യത്തിൽ പോവില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ പണമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിൽ പോവുകയില്ല. പണത്തിന് വേണ്ടിയാണ്, പൈസയ്ക്ക് വേണ്ടിയാണ്, സമ്പത്തിന് വേണ്ടിയാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിൽ പോവുകയില്ല. അന്യായമായി സമ്പാദിക്കുന്നില്ല, ശരി. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പൈസ ഒരു വിഗ്രഹമാകരുത്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പൈസ ഒരു വിഗ്രഹമാകരുത്. വളരെ നല്ല സൽസ്വഭാവികളായ അനേകർ, നല്ല പെരുമാറ്റം, നല്ല പ്രാർത്ഥനാ ജീവിതം, സുവിശേഷ തൽപരരായ ആളുകൾ, വേദവസ്തു അറിയാവുന്നവർ, പക്ഷേ അവരും ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ ഇടർച്ച വന്നു പോകുന്നു. പൈസയുടെ കാര്യം വരുമ്പോൾ പൈസയോടൊരു ആശ്രയം, സമ്പത്തിൽ ആശ്രയം. ചിലത് വിടാൻ മനസ്സില്ല. എല്ലാം വിട്ടു എന്നൊക്കെ പറയും, എല്ലാം വിട്ടു എന്ന് പറയും. ഞാനും പറഞ്ഞിട്ടുണ്ട്, കർത്താവ്, ഞാൻ പടകും വലയും വിട്ടതിൻ്റെ പിന്നാലെ വരുന്നു. ഞാൻ അങ്ങനെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ്, ഞാൻ സകലം വിട്ടതിൻ്റെ പിന്നാലെ വരുന്നു. അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, അന്ന് കോളേജിൽ ജോലിയൊക്കെ വിടാൻ ഞാൻ തയ്യാറായിരുന്നു. കോളേജിൽ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ തയ്യാറായിരുന്നു. അന്ന് പല പല കാര്യങ്ങളിലും വലിയ വലിയ തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചില പാപങ്ങളുടെ വേരുകൾ ഞാൻ കണ്ടില്ല. എൻ്റെ അകത്ത് പാപത്തിന് ചില വേരുകളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫ്, സ്വയം, ഞാൻ എന്ന ഭാവം, ഒരു ഞാനുണ്ടായിരുന്നു, ഒരു സെൽഫ്, ഒരു സ്വയം ഉണ്ടായിരുന്നു, ഈഗോ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കർത്താവ്, ഞാൻ എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ഈഗോ വിട്ടു എന്നാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷേ ഓരോരോ ടെസ്റ്റ് കേസ് വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈഗോ ഇപ്പോഴും ഉണ്ട്, പോയിട്ടില്ല. ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുമോ? പരീക്ഷണഘട്ടം വരുമ്പോൾ, ഒരു സന്ദർഭം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇല്ല, എല്ലാം വിട്ടിട്ടില്ല, പൈസ വിട്ടിട്ടില്ല, സമ്പത്ത് വിട്ടിട്ടില്ല, ബാങ്കിലെ കാര്യങ്ങൾ, ബാങ്കിലെ ബാലൻസ് അത് കുറയുന്നത് ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്നിൽ തന്നെ ഉണ്ടായിരുന്ന ചില തിന്മകൾ ഞാൻ അറിയാതെ എന്നിൽ വളരുകയായിരുന്നു. ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആളാണ്, ദൈവദിനം പ്രസംഗിക്കുന്നത്, ശുദ്ധോദ്ദേശത്തിനെ പ്രസംഗിക്കുന്നത്. പക്ഷേ എന്നിലുള്ള ഒരു സ്വയം മാറിയിരുന്നില്ല. ഇന്നും മാറിക്കഴിഞ്ഞിട്ടില്ല. ഞാൻ ലജ്ജയോടെ പറയട്ടെ, ഇന്നും മാറിക്കഴിഞ്ഞിട്ടില്ല, ഇന്നും പൂർണ്ണമായിട്ടില്ല. സ്തോത്രം. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. ഒരു ദീർഘകാലത്തെ കാര്യമാണ്. മരണം വരെയും നാം യുദ്ധം ചെയ്യേണ്ട ഒരു പാപപ്രകൃതിയാണ് സെൽഫ്, അല്ലെങ്കിൽ സ്വയം. ചിലർക്ക് അത് ധനമോഹമായിരിക്കും, ദൈവാഗ്രഹം. ചിലർക്ക് അഹങ്കാരമായിരിക്കും, എനിക്ക് ഇന്നതെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പഠിപ്പുണ്ട്, ഇത്ര പാണ്ഡിത്യമുണ്ട്, ഇത്ര നാളത്തെ പരിചയമുണ്ട് എന്നുള്ള ഒരു പരിചയമായിരിക്കും. ചിലപ്പോൾ സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ള അഭിമാനമായിരിക്കും, ഓരോ വിധത്തിൽ. അല്ലെങ്കിൽ സ്വന്തം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അഭിമാനമായിരിക്കും, ഡിഗ്രികളെക്കുറിച്ചുള്ള അഭിമാനമായിരിക്കും, ജോലിയെക്കുറിച്ചുള്ള അഭിമാനമായിരിക്കും. അങ്ങനെ പലതും. ഇതെല്ലാം ഒരു സ്വയമാണ്. അത് വിടുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. ഞാൻ വളരെ അനുഭവിച്ചിട്ട് പറയുകയാണ്. വിട്ടു എന്ന് പറഞ്ഞാലും പോകുന്നില്ല, വിട്ടു പിരിയുന്നില്ല. പ്രകടമായി ഒരു കുഴപ്പത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ എങ്കിലും അകത്ത്, ഉള്ളിൻ്റെ ഉൾത്തട്ടിൽ ഇങ്ങനെയുള്ള ചില പാപങ്ങൾ ഒതുങ്ങി കിടക്കുന്നുണ്ട്. അതിനോടുള്ള പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം. പോരാടുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. ഏതെങ്കിലും കാര്യത്തിൽ വരുമ്പോഴേക്കും ഈ സ്വയത്തിൻ്റെത് വരാൻ തുടങ്ങുമ്പോഴേക്കും, എൻ്റെ കർത്താവെ, സ്വയം വിട്ടിട്ടില്ലല്ലോ, ഇന്ന് എൻ്റെ സെൽഫ് അവിടെ ഉണ്ടല്ലോ, കർത്താവെ, ഇനി എനിക്കിത് മാറ്റിത്തരണം. പിന്നെ പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുപിരിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ ചെറുപ്പക്കാരന്, പ്രമാണിയായ മനുഷ്യന്, അവന് പണം ഒരു വിഗ്രഹമായിരുന്നു, സമ്പത്തൊരു വിഗ്രഹമായിരുന്നു. സമ്പത്ത് അവൻ വിഗ്രഹമായിരുന്നുകൊണ്ടാണ് അവനോട് അങ്ങനെ കർത്താവ് പറഞ്ഞത്. ചിലർക്ക് സമുദായം വിഗ്രഹമാണ്, ചിലർക്ക് പള്ളി വിഗ്രഹമാണ്, ചിലർക്ക് കുശിന്തൊട്ടി വിഗ്രഹമാണ്, ചിലർക്ക് തീർത്ഥാടനം വിഗ്രഹമാണ്, ചിലർക്ക് പെരുന്നാളേറ്റ് കഴിക്കുക തുടങ്ങിയുള്ള വഴിപാടുകൾ വിഗ്രഹമാണ്. ഞാൻ അതിനെയൊന്നും വിമർശിക്കുകയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. പക്ഷേ വിഗ്രഹങ്ങളെല്ലാം ഉടച്ചു കളയണം, എല്ലാ വിഗ്രഹങ്ങളും തകർക്കണം, വിഗ്രഹങ്ങളെല്ലാം ഉടയണം. എൻ്റെ പേര്, എൻ്റെ സ്ഥാനം, എൻ്റെ മാനം, എൻ്റെ ബഹുമതി എല്ലാം കളഞ്ഞേ പറ്റൂ. ആളുകൾ ആക്ഷേപിക്കുമ്പോൾ നമുക്ക് മനസ്സ് തകരരുത്, ആളുകൾ പരിഹസിക്കുമ്പോൾ നമ്മുടെ ഉള്ളം തളരരുത്. കഴിഞ്ഞ ദിവസം ഒരു ഹസ്ബൻഡും വൈഫും കൂടി എന്നെ കാണാൻ വന്നു. ഇവിടെ അകത്ത് വന്ന് ഇരിക്കുന്നതിന് മുമ്പ് ആ സ്ത്രീ പറഞ്ഞു, സാറേ എനിക്ക് വലിയ പ്രയാസമാണ്, വീട്ടിൽ വലിയ പ്രയാസമാണ്, ഇത് അമ്മയ്ക്ക് ഒരു സന്തോഷമില്ല, എന്നെ എപ്പോഴും കുറ്റം പറയുകയാണ്. ഞാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. അവർക്ക് മനസ്സിലല്ല ഞാൻ ഇറങ്ങാൻ പറഞ്ഞത് എന്തെന്നാണെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, ഇത്രയും നാളും കൂട്ടായ്മ വന്നിട്ട് ഇത് എത്രയും അറിയാവുള്ളൂ. അവിടെ നമ്മൾ കുരിശ് വഹിച്ചുകൊണ്ട് കർത്താവിന് മേലെ പോകണമെന്ന് പറഞ്ഞു. ഒരു കുരിശ് വന്നപ്പോഴേക്കും നിങ്ങൾ കുരിശ്, അയ്യോ കുരിശാണ് എനിക്ക് ചോക്കാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങളോട് എനിക്ക് പറയാൻ എനിക്ക് സമയമില്ല, എൻ്റെ സമയം അതിന് ഞാൻ മാറ്റുന്നില്ല, ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാനത് പറയാൻ കാരണം അവരോട് വെറുപ്പുണ്ടായിട്ടില്ല, ഇപ്പോഴും ആക്ഷേപം സഹിക്കാൻ മനസ്സില്ല, അമ്മായിമ്മ പോലും സഹിക്കാൻ മനസ്സില്ല, ഇപ്പോഴും കുടുംബത്തിലെ ക്ലേശങ്ങൾ സഹിക്കാൻ മനസ്സില്ല, ഇപ്പോഴും ദുരിതങ്ങളൊക്കെ മനസ്സില്ല. ഞാൻ തെറ്റുപറ്റാതെ നിന്നിട്ട് ആരെല്ലാം കുറ്റം പറഞ്ഞാലും എനിക്ക് ഒരു പ്രയാസമില്ല എന്ന് വരുന്ന സ്വഭാവം വരണം. തെറ്റുപറ്റാതെ നിൽക്കണം, ഒരു തെറ്റും പറ്റരുത്. പിന്നെ അമ്മായിമ്മയാകട്ടെ മരുമകളാകട്ടെ ആരെല്ലാം എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഒരു വിഷയമാകില്ല. നോക്കും, കുരിശിലേക്ക് നോക്കും, കുരിശിൽ ത്യാഗമരണം മരിച്ച കർത്താവായ യേശു ക്രിസ്തു നോക്കും. അവിടെ അതാണ് നമുക്ക് വേണ്ടത്. നാം എങ്ങോട്ടാണ് നോക്കേണ്ടത്? ഈ ലോകത്തിലെ ക്ലേശങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ ആടുന്നു വിഷമിക്കുന്നു. വാസ്തവത്തിൽ എന്നെ അറിയിക്കുന്ന വാട്സപ്പ് മെസ്സേജസ് എല്ലാം തന്നെ മിക്കവാറും 90% ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകളുടെ കാര്യമാണ് പറയുന്നത്. കഷ്ടപ്പാടുകൾ, ഭൂമിയിലെ കഷ്ടപ്പാടുകൾ അത് പ്രാർത്ഥിക്കേണ്ടെന്നല്ല. പക്ഷേ ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ മകനായി തീരുക, ദൈവത്തിൻ്റെ മകളായി തീരുക, ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുക. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റേതെന്ന് എന്നൊക്കെ ഒരു ഉറപ്പുണ്ടാകുക. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം മായയാണെന്നും ഒരു നാൾ ഇതെല്ലാം വിട്ട് ഞാൻ പോകുമെന്നും ഒരു ഉറപ്പുണ്ടാകുക. എല്ലാം വിട്ട് ഞാൻ പോകും, ഒന്നും എൻ്റെ കൂടെ പോരുകയില്ല. ബാങ്ക് ബാലൻസ് ഉണ്ടോ? പോരുകയില്ല. എന്തെല്ലാം ഉണ്ട് ഇവിടെ, എന്തെല്ലാം ഉണ്ട്, ഉയർന്ന ഡിഗ്രി ഉണ്ടോ? പോരുകയില്ല. നല്ല ജ്ഞാനം കിട്ടിയിട്ടുണ്ട്, ഒന്നും കൂടെ പോരുകയില്ല. നല്ല പഠിപ്പുണ്ട്, ഒന്നും കൂടെ പോരുകയില്ല. ഉയർന്ന ഉദ്യോഗമുണ്ട്, അതും കൂടെ പോരുകയില്ല. എല്ലാം ശവക്കുഴിയുടെ അരികത്ത് എല്ലാം വിട്ടുപോകും. എല്ലാം ഈ ഒരു ബോധ്യത്തോടു കൂടി ഈ ലോകത്തിലെ പീഡകളും മനുഷ്യരുടെ നിന്ദകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും മനുഷ്യർ പറയുന്നു വരുത്തുന്നതായ കിംവദന്തികളും എല്ലാം കെട്ടിട്ട് തളരാതെ, മനസ്സ് പതറാതെ, ഒരു കൂസലുമില്ലാതെ ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിച്ചാൽ നമുക്ക് ജയിക്കാം. ഒന്നിൻ്റെയും അടിമയായി പോകരുത്, വിഗ്രഹങ്ങളുടെ അടിമയായി പോകരുത്. ഈ ചെറുപ്പക്കാരന് ആ പ്രമാണിയായ മനുഷ്യൻ പറ്റിയ അപകടം, അവൻ പണത്തിൻ്റെ അടിമയായിപ്പോയി. അതെല്ലാം നിസ്സാരമെന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പുഞ്ചിരിയോടെ പോകണം, കുരിശ് വഹിച്ചുകൊണ്ട് പോകണം, കുരിശ് ചുമന്നുകൊണ്ട് പോകണം. ക്രിസ്തുവിനെ കുരിശല്ല, എൻ്റെ കുരിശ് ഞാൻ ചുമക്കണം. ഓരോരുത്തർക്കും കൊണ്ട് കുരിശ് ചുമക്കുക, അതൊരു ഭാഗ്യവതിയായി എടുക്കണം. എതിർപ്പുകളും അനേക വിധത്തിലുള്ളതായ കിംവദന്തികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും വരുമ്പോൾ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഏൽക്കുന്നു, ഭാഗ്യവശാൽ അവരീ പറയുന്ന പാവം എൻ്റെ ഇല്ലല്ലോ എന്നോർ ദൈവത്തെ സ്തുതിക്കണം. ആക്ഷേപിക്കുന്നവർ പറയുന്നതായ പാവം എൻ്റെ ഇല്ലല്ലോ എന്നോർ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ വരുമ്പോൾ തെറ്റിദ്ധരിച്ച് മാറിപ്പോയവർ പലരും വീണ്ടും വരികയും വീണ്ടും ദൈവത്തിന് അതിനെ കേൾക്കുകയും ചെയ്യും. ആരോടും പരിഭവം ഉണ്ടാകരുത്, ആരോടും പരാതി ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ തുറന്നു പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ സഭയിൽ അന്ന് യാക്കോബായ ഓർത്തഡോക്സ് ഒറ്റ സഭയാണല്ലോ പണ്ട്. അന്ന് സഭയിലെ മിക്കവാറും ദേവാലയങ്ങളിലെല്ലാം പോയി ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്. തിരുമേനിമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വലിയ കാര്യമായിരുന്നു. ദുഃഖ വെള്ളിയാഴ്ച പാരിയക്കര പള്ളിയിൽ പ്രസംഗിച്ചിട്ട് അവിടെ കട്ടപ്പുറ പള്ളിയിലെ അച്ഛൻ
അവിടെ ശുശ്രൂഷ നിർത്തിയിട്ട് പാലക്കര പള്ളി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ പ്രസംഗിക്കാൻ. അത്രമാത്രം ദുഃഖവെള്ളിയാഴ്ച അങ്ങനെ 2 പ്രസംഗം 2 പള്ളിയിൽ അടുത്തടുത്തുള്ള 2 പള്ളികൾ പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. അത്ര പ്രിയങ്കരനായിരുന്നു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കണ്ട കൺവെൻഷനുകളെല്ലാം പ്രസംഗിച്ചപ്പോഴും എൻ്റെ അകത്ത് സ്വയം ഉണ്ടായിരുന്നു. ഞാൻ ലജ്ജയോടെ പറയുകയാണ്, സ്വയം ഉണ്ടായിരുന്നു. എന്നെ ആളുകൾ മാനിക്കണം, എന്നെ ആദരിക്കണം, എന്നെ പ്രശംസിക്കണം, എനിക്ക് നല്ല 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 മനുഷ്യനൊരു വാക്ക് കേൾക്കണം, അതെൻ്റെ കൊതിയായിരുന്നു. പോയി എല്ലാം. എൻ്റെ ആത്മീയ അതാണെന്ന് മനസ്സിലായി. പപ്പ വന്ന് ആത്മാവിനെ തീ പകർന്നപ്പോഴാണ് എൻ്റെ ഭാഗ്യവശാൽ എൻ്റെ കർത്താവ് കൃപയാൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്വയത്തെ കത്തിച്ച് കളയുവാനുള്ളതായ തീ എൻ്റെ ഉള്ളത്തിലേക്ക് തന്നത്. ഞാൻ പറയട്ടെ, മെയ് മാസം 11-ാം തീയതി എൻ്റെ ഈ ശരീരത്തിലെ രക്തധമനികളിൽ കൂടി ഈ തീ ഒഴുകി. പരിശുദ്ധാത്മാന തീ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുകയല്ലേ ഈ പറഞ്ഞത്? പരിശുദ്ധാത്മാന തീ ഒഴുകി. പിന്നെ പലപ്പോഴും ദൈവസന്നിധിയിൽ തനിയിരിക്കുമ്പോൾ ഈ തീ വരാറുണ്ട്. എന്നുമല്ല, എന്നും കിട്ടുന്നില്ല. ചില ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ തീ ഇങ്ങനെ ഒഴുകുന്ന ഞാൻ അനുഭവിക്കും. ദേഹമാസകൾ ചൂടുപിടിക്കും. ഞാൻ മതിമറന്ന് ദൈവത്തെ സ്തുതിക്കും. എൻ്റെ ഭാരങ്ങളെല്ലാം കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. എല്ലാ ആഗ്രഹങ്ങളും കൊണ്ടുവന്ന് വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിപ്പാൻ ആവശ്യമുള്ളവരുടെ എല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിലേക്ക് കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായൊരു അനുഭവമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ പ്രമാണിയായ മനുഷ്യൻ അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. ശിഷ്യന്മാർക്ക് അമ്പരപ്പായി. അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? കർത്താവ് പറഞ്ഞു, ധനത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. പിന്നെ കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമാണിത്. മനുഷ്യൻ നോക്കിയാൽ ആർക്കും പിടികിട്ടുകയില്ല, മനസ്സിലാവുകയില്ല. എല്ലാം വിട്ടുപിരിയുക എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുകയില്ല. എന്നാൽ ദൈവത്തിനോ അല്ല ദാനം. സ്തോത്രം. ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ഇന്ന് സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് വളരെ എളിമയോട് പറയട്ടെ, നിങ്ങൾക്ക് സാധിച്ചെടുക്കാം. അസാധ്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, പേടിക്കണ്ട. നിങ്ങൾ ഒന്ന് എളിമപ്പെട്ടാൽ മാത്രം മതി, ഒന്ന് താണാൻ മാത്രം മതി. കർത്താവേ, നിൻ്റെ വചനത്തിന് ഞാൻ കീഴ്പ്പെടുന്നു. നിൻ്റെ വചനം കേട്ട് ഞാനിതാ താഴുന്നു. എൻ്റെ ജീവിതം നിനക്കായി ഞാനിതാ വേർതിരിച്ച് തരുന്നു. വിട്ടുപിരിയേണ്ടതെല്ലാം വിട്ടുപിരിയാൻ എനിക്ക് മനസ്സാണ് കർത്താവേ. ആകെ ഒന്ന് മാത്രം, എനിക്ക് നിത്യജീവൻ വേണം, നിത്യജീവൻ വേണം. കർത്താവേ, ഞാൻ കടന്നു പോയതിന് ശേഷം അടുത്ത തലമുറ എന്നെക്കുറിച്ച്, എൻ്റെ കർത്താവേ, യേശുവിൻ്റെ വിശുദ്ധനുണ്ടായിരുന്നു എന്ന് പറയാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധനായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഈ എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ നാട്ടിലുള്ളവർ പറയണം, നമ്മുടെ നാട്ടിൽ ഒരു വിശുദ്ധ പുരുഷനുണ്ടായിരുന്നു പറയണം. എത്ര ആക്ഷേപം കെട്ടിയിട്ടും ഒരു മനഃശാഞ്ചല്യം കൂടാതെ ദൈവത്തിന് വേല ചെയ്തിട്ട് സാധു മനുഷ്യനുണ്ടായിരുന്നു പറയണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് തീരുമാനിക്കുന്നു. ഇപ്പോൾ തീരുമാനിക്കാം. ഇത് മനുഷ്യർക്ക് അസാധ്യം എന്ന് തോന്നും, ദൈവത്തിന് വല്ല ദാനം. സ്നേഹിത, നിൻ്റെ സ്വഭാവത്തിലുള്ള അശുദ്ധി മാറ്റിക്കളയാൻ കർത്താവിന് സാധിക്കും. സഹോദരി, നിൻ്റെ സ്വഭാവത്തിലുള്ളതായ അഹന്ത മാറ്റിക്കളയാൻ കർത്താവിന് കഴിയും. മകനെ, നിൻ്റെ ജീവിതത്തിലുള്ളതായ അലസത മാറ്റിക്കളയാൻ കർത്താവിന് കഴിയും. ദൈവവേദിലെ നിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ തിന്മകളും മാറ്റാൻ യേശുക്രിസ്തുവിന് കഴിയും. നീ കൊടുക്കൂ. ഈ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും സമ്പൂർണ്ണമായി യേശുവിനങ്ങ് കൊടുക്കൂ. നിങ്ങൾ മുഴുവനങ്ങ് വിട്ടുകൊടുക്കൂ. കർത്താവേ, ഇതെൻ്റേതല്ല, എൻ്റെ കയ്യിലുള്ള പൈസ എൻ്റേതല്ല. കർത്താവേ, എനിക്ക് കിട്ടുന്ന പെൻഷൻ എൻ്റേതല്ല. കർത്താവേ, സകലവും എൻ്റേതല്ല, നിൻ്റേത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നും, ഇതൊക്കെ സാധിക്കുമോ എന്ന് തോന്നും. എൻ്റെ സഹോദരങ്ങളെ, ഞാനും അങ്ങനെ ചിന്തിച്ച മനുഷ്യനാണ്, സാധിക്കുമോ എന്ന് ചിന്തിച്ച മനുഷ്യനാണ്. എന്നാൽ ഭാഗ്യവശാൽ കർത്താവ് എന്നെ, ഞാൻ ആവശ്യപ്പെടാതെ എന്നെ അതിലേക്ക് നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ ആവശ്യപ്പെടാതെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാതെ, കർത്താവ് എന്നെ മന്ദം പിടിച്ച് ഞാൻ വേച്ചപ്പോൾ വീഴാതെ പിടിച്ച്, ഞാൻ വീണപ്പോൾ പിടിച്ച് എഴുന്നേൽപ്പിച്ച്, ചെളി വരണ്ടപ്പോൾ കർത്താവ് ചെളിയെല്ലാം കഴുകിക്കളഞ്ഞ് പുതിയ വസ്ത്രം തന്ന് എന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ടു വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശുവിനെ വേണമോ? നിങ്ങൾക്ക് നിത്യജീവൻ വേണമോ? നിത്യജീവൻ്റെ അവകാശം വേണോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിത്യജീവൻ്റെ സൗഭാഗ്യത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരിക്കലും തീരാത്ത അക്ഷയനിധി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവായ യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. അവൻ തന്നെ തരികയാണ്. ക്രൂശിന്മേൽ തന്നെ നന്നവനായ കർത്താവായ യേശു ക്രിസ്തു, തൻ്റെ കുറ്റമില്ലാത്ത രക്തചിന്തിയ കർത്താവായ യേശു ക്രിസ്തു ഇതാ ആ നിണമണിഞ്ഞ കൈകളോടെ നിങ്ങൾ പിടിപ്പാൻ ഇതാ വന്നിരിക്കുന്നു. അവൻ്റെ കൈകളിൽ തിരുരക്തമുണ്ട്. ആ കൈകൾ
നിങ്ങളെ പിടിക്കാൻ വേണ്ടി നീട്ടുകയാണ്. വിട്ടുകൊടുക്കൂ മകനെ, വിട്ടുകൊടുക്കൂ മകളെ, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. നിൻ്റെ കുടുംബം വിട്ടുകൊടുക്കൂ, നിൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കൂ, നിൻ്റെ മക്കളെ വിട്ടുകൊടുക്കൂ, മകനെ നിൻ്റെ ഭാര്യയെ വിട്ടുകൊടുക്കൂ, നിൻ്റെ മക്കളെ വിട്ടുകൊടുക്കൂ, മാതാപിതാക്കളെ ഏൽപ്പിച്ചു കൊടുക്കൂ. നീ ഒരാൾ മൂലം ഒരു കുടുംബം രക്ഷപ്പെടട്ടെ, നീ ഒരാൾ മൂലം സമൂഹം രക്ഷപ്പെടട്ടെ, നീ ഒരാൾ മൂലം ഈ ലോകം ശാശ്വത സമാധാനം അനുഭവിക്കട്ടെ. ശാന്തിയില്ലാത്ത ലോകത്ത് ശാന്തിയുടെ ദൂതായി നിങ്ങൾ ഓരോരുത്തരും നിൽക്കുക, സന്ദേശമായി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയെ കീഴ്മേൽ മറിക്കുമെന്ന്. കീഴ്മേൽ മറിക്കും. ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ നിങ്ങളെ കർത്താവ് കണ്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ കെട്ടഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതിനഴിച്ചുകൊണ്ട് എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുകയും യേശു അരികത്തു നിൽക്കുന്നു, കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നു, മുട്ടി മുട്ടി വന്ന് വാതിൽക്കൽ നിൽക്കുന്നവനാര്? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു, അധിപതിയായ ക്രിസ്തു, സകലത്തിനുടയവനായ ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ വന്ന് യാചകനെ പോലെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. മകനെ, നിൻ്റെ ആയുസ് എനിക്ക് തരാമോ? മകളെ, നിൻ്റെ ജീവിതം എനിക്ക് തരാമോ? ഞാനത് പൊന്നാക്കി തരാം, ഞാനത് തങ്കമാക്കി തരാം, ഞാനത് വിലയേറിയ രത്നമാക്കി തരാം. നിൻ്റെ ജീവിതം തരിക. വിലയില്ലാത്ത ജീവിതം എൻ്റെ കയ്യിലേക്ക് തന്നാൽ വിലയേറിയ ജീവിതമായി മാറും. കൊടുക്കൂ, ദൈവത്തിലേക്ക് കൊടുക്കൂ, സമർപ്പിക്കൂ. ജീവിതം മുഴുവൻ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കൂ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയൂ, കർത്താവേ, ഇന്ന് മുതൽ നാഥ ഞാൻ നിൻ്റെ വക മാത്രം, നിൻ്റെ മാത്രം വക. യേശുവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുകയും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവേ, ചരിത്രം ആവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. തിരുനാവ് മഹത്വപ്പെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ. രണ്ടാമത്തവർക്ക് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.